ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ സിറിലിനെ കുറിച്ചാണ്. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ മെത്രാനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അദ്ദേഹം സഭയിലെ അറിയപ്പെടുന്ന ശ്രേഷ്ഠനായ ഒരു വേദപാരംഗതനാണ്. വേദപാരംഗതൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും, സഭയുടെ ചില കാലഘട്ടങ്ങളിൽ സഭയുടെ വിശ്വാസം സംരക്ഷിക്കുവാനും വിശ്വാസം വർദ്ധിപ്പിക്കുവാനൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചില പഠനങ്ങൾ നടത്തുകയും ചില എഴുത്തുകളും ഗ്രന്ഥങ്ങളും ഇറക്കിയിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ വേദപാരംഗതൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന സഭയിൽ. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ തോമസ് അക്വീനാസും കൊച്ചുത്രേസ്യ പുണ്യവതിയും ആവിലായിൽ അമത്രേസ്യയും ഒക്കെ വേദപാരംഗതരാണ് സഭയിൽ അറിയപ്പെടുന്നത്. അതുപോലെ സഭയിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് ജെറുസലേമിലെ വിശുദ്ധ സിറിൽ മെത്രാൻ. ജെറുസലേമിലെ മെത്രാനായിട്ട് ഒരുപാട് വർഷക്കാലം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ജനനം AD 313 ജെറുസലേമിലായിരുന്നു. പാലസ്തീനായിൽ നിന്നുള്ള ആദ്യത്തെ ഒരു വേദപാരംഗതനായ വിശുദ്ധനാണ് വിശുദ്ധ സിറിൽ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിശുദ്ധൻ AD 313 ജീവിച്ചതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള അറിവുകളോ കൂടുതൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളോ ഒന്നും നമുക്കത്ര കൃത്യമല്ല. സിറിലിൻ്റെ ഗ്രന്ഥങ്ങളിൽ 23 വേദോപദേശങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. 23 ഉപദേശങ്ങൾ, വേദോപദേശങ്ങൾ എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും ചില കാറ്റഗറ്റിക്കൽ ടീച്ചിങ്സ് ആണ്. നമ്മളിന്ന് പഠിക്കുന്ന ചില സഭാപരമായ വിശ്വാസങ്ങളും നമ്മളിന്ന് ഏറ്റെടുത്തിട്ടുള്ള സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനിൽ നിന്ന് പോലും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം, കാലാകാലങ്ങളിൽ ഓരോ വിശുദ്ധരും ഓരോ സഭാപിതാക്കന്മാരും സംഭാവന ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇന്നുള്ള വിശ്വാസങ്ങൾ. അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളുമൊക്കെ നൽകിയതിൽ ഈ വിശുദ്ധനും വലിയൊരു പങ്കുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, തെറ്റുകൾ പഠിപ്പിക്കുന്ന പള്ളികളിൽ നമ്മൾ പോകരുത്. തെറ്റുകൾ പഠിപ്പിക്കുന്ന പള്ളികൾ അത് സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്ന ഇടങ്ങളാകണമെന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവസ്നേഹമില്ലാത്ത ഓരോ ഗുഹകൾ പോലും ദൈവാലയങ്ങളാകാം. ദൈവസ്നേഹമില്ലാതെ പഠിപ്പിക്കുന്ന ചില കൂട്ടായ്മകളും ദേവാലയത്തിന് സമമാകാം. പക്ഷേ കത്തോലിക്ക സഭയുടെ വിശ്വാസം എവിടെയുണ്ടെന്ന് നമ്മൾ അറിയണം, കണ്ടുപിടിക്കണം. അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങൾ ഒരു പരിചിതമല്ലാത്തൊരു നഗരത്തിലോ രാജ്യത്തിലോ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും എവിടെ എനിക്ക് കത്തോലിക്ക വിശ്വാസം ലഭിക്കുന്ന ഒരു ദേവാലയം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നോക്കിക്കേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 300കളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ആദ്യമേ തന്നെ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അദ്ദേഹം പറയുന്നു, പുതിയൊരു ഇടത്ത് ചെല്ലുമ്പോൾ, ഇന്ന് കുടിയേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പുതിയ രാജ്യങ്ങളിലേക്കും പുതിയ നാടുകളിലേക്കും നമ്മുടെ മക്കൾ, ഈ കാലഘട്ടത്തിലെ മക്കളും യുവജനങ്ങളൊക്കെ കുടിയേറുമ്പോൾ, അവർ കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളെ, മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ചെല്ലുന്ന രാജ്യത്തും ചെല്ലുന്ന ഇടങ്ങളിലും നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് കത്തോലിക്ക വിശ്വാസം എനിക്ക് കിട്ടാവുന്ന ഇടങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കണം. ഏതെങ്കിലും ഒരു ദൈവാലയമല്ല, എൻ്റെ കത്തോലിക്ക സഭയുടെ വിശ്വാസമുള്ള ഇടം എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കണം, ചെല്ലണം. അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ കാരണം നമ്മുടെ അമ്മയാണ് സഭ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹവും ബോധ്യവും നമുക്ക് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് വേണം എന്ന് അദ്ദേഹം പറയുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസം അതിനൊരു ശ്രേഷ്ഠതയുണ്ട്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് സമയങ്ങളും ഒരുപാട് എഴുത്തുകളും ഗ്രന്ഥങ്ങളും അദ്ദേഹം മാറ്റിവെച്ചത്, എഴുതിയതൊക്കെ ആര്യനിസം എന്ന് പറയുന്ന പാഷണ്ഡതയ്ക്കെതിരെ വേണ്ടിയിട്ടാണ്.
ആരീനസം എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് സുപരിചിതമായിരിക്കും. അതൊരു പാഷണ്ഡതയാണ്. അവർ പറഞ്ഞിരുന്നത് ഒരു നിഷേധിക്കലാണ്. ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവരെന്നും ചോദ്യം ചെയ്തിരുന്നു, അതെന്നും നിഷേധിച്ചിരുന്നു. ഒപ്പം തന്നെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും. വിശുദ്ധ സിറിൽ ചെയ്തിരുന്ന കാര്യം യേശുവിൻ്റെ ദൈവത്വത്തെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പഠനങ്ങളെക്കുറിച്ചും വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് മനസ്സിലാകും വിധത്തിൽ കൂടുതൽ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം നടത്തിയ ചില വേദോപദേശ ഗ്രന്ഥങ്ങളും അത് ദൈവശാസ്ത്രത്തിനും ഒപ്പം തന്നെ കത്തോലിക്ക സഭയുടെ ആരാധനക്രമങ്ങൾക്കും ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതായത് കത്തോലിക്ക സഭയുടെ തിയോളജിക്കും ലിറ്റർജിക്കൽ ആക്ടിവിറ്റീസിനും, ലിറ്റർജി എന്ന് പറയുമ്പോൾ ആരാധനക്രമങ്ങൾക്ക് അതൊരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടങ്ങളിലെ ചില പഠനങ്ങൾ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ അടുത്തതായിട്ട് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ആചരിക്കുന്ന, ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന ആരാധനക്രമങ്ങൾ, ലിറ്റർജി സെർമൺസ്, നമ്മുടെ ആരാധനക്രമങ്ങളും ഒപ്പം തന്നെ നമ്മളിന്ന് പഠിക്കുന്ന ദൈവശാസ്ത്രപരമായ വിശ്വാസ സത്യങ്ങളും അത് ഇന്നലെയോ ഈ നൂറ്റാണ്ടുകളിലൊന്നും ഉരുത്തിരിഞ്ഞ കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പല വേദപാരംഗതരിലൂടെ, പല സഭാപിതാക്കന്മാരിലൂടെ, ശ്രേഷ്ഠരായ വിശുദ്ധരിലൂടെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തുമൊക്കെയായ ഒരു സാരാംശമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്ന ആരാധനക്രമങ്ങൾ. അതുകൊണ്ട് ഒരു ബോധ്യം ഉണ്ടായിരിക്കട്ടെ, ആരാധനക്രമങ്ങളുടെ സമയമോ ആരാധനക്രമങ്ങളുടെ ദൈർഘ്യമൊന്നുമല്ല, അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ സഭാപിതാക്കന്മാരും നമ്മുടെ പൂർവികരും ഒക്കെ അനുഷ്ഠിച്ചു പോകുന്ന ആരാധനക്രമം, അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം തന്നെ ഓരോ പഠനങ്ങളുടെ പിന്നിലും ഒരു ദൈവശാസ്ത്രമുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിൻ്റെ ഒരു അറിവ് കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് പറയാൻ കാരണം, ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയില്ല ഏതാണ് സത്യമെന്നുള്ളതും ഏതാണ് അസത്യം എന്നുള്ളതും. ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോടോ യുവജനത്തോടോ ഒരു യുവാവിനോടോ നമ്മൾ സഭയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവർക്കറിയില്ല എന്താണ് സത്യമെന്നുള്ളതും എന്താണ് ഈ വാക്കുകൾ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് നമ്മുടെ ബോധ്യത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കണം, സഭയുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങൾ പഠിപ്പിക്കുവാനും പഠിക്കുവാനുമുള്ള ചില വ്യക്തിപരമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, മുൻകൈ നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നുള്ളത് ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില പാഷണ്ഡതകളിലും ചില തെറ്റിദ്ധാരണകളിലും നമുക്കും വീഴാതിരിക്കാൻ അത് സഹായകമാകും. ഒപ്പം തന്നെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായ കാര്യം, ഈശോയെ നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഓരോ സഭയ്ക്കും, ഓരോ സഭ എന്ന് പറയുമ്പോൾ ഓരോ സെക്റ്റുകൾക്കും പല രീതിയാണ്, പല വിശ്വാസങ്ങളാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോയെ വിശേഷിപ്പിക്കുന്നത് പിതാവിന് സമനായിട്ടല്ല, മറിച്ച് ചില വിശേഷണങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഈശോയെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത് പിതാവിനോട് സമനെന്ന് പറയുന്നതിന് പകരം നിത്യപിതാവിൻ്റെ ഏകപുത്രൻ. ഈശോ എന്ന് പറയുന്ന നിത്യപിതാവിൻ്റെ ഏകപുത്രനാണ്. ഒപ്പം തന്നെ പുത്രനായ ദൈവം, അടുത്തത് ഇമ്മാനുവൽ എന്നൊക്കെയാണ് അദ്ദേഹം ആരാധനക്രമങ്ങളിലും പ്രസംഗങ്ങളിലും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ലളിതമായിരുന്നു, മനോഹരമായിരുന്നു. ലളിതമെന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും, അറിവുള്ള വ്യക്തിക്കും അറിവില്ലാത്ത വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും നല്ല ലളിതമായിട്ട് അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ശ്രോതാക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രസംഗിക്കുന്നതിൽ അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു. ശ്രോതാക്കളുടെ വികാരം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഒരിക്കൽ. ആ പ്രസംഗം നീണ്ടുപോയി, ഒരുപാട് സമയം നീണ്ടുപോയതിനു ശേഷം അതിൻ്റെ ഒടുക്കത്തിൽ അദ്ദേഹം ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പ്രസംഗം ഒരുപാട് നീണ്ടുപോയി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം രക്ഷയ്ക്കുതകുന്നതായതുകൊണ്ട് അല്പം നീണ്ടുപോയാലും ഒട്ടും ശങ്കിക്കുകയോ ഒട്ടും മടുപ്പ് കാണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് അന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ എന്തിനിത് പറയുന്നു, എന്തിനിത് ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ അറിവുകൾ ലഭിക്കാനും സഹായിക്കുന്ന സമയങ്ങളാണ് ഞായറാഴ്ച പ്രസംഗങ്ങളും ഒപ്പം തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലെ നമ്മുടെ ചില ഷെയറിങ്ങുകളും ഒപ്പം തന്നെ നമ്മുടെ ചില പ്രസംഗങ്ങളൊക്കെ. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നതെല്ലാം പ്രസംഗത്തിൽ നിന്നാണ്, വിശ്വാസം വർദ്ധിക്കുന്ന പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ ഞായറാഴ്ചയിലെ പ്രസംഗങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പ്രസംഗങ്ങളും അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും ഈശോയെക്കുറിച്ച് അറിയുന്നതിനും നമ്മുടെ അജ്ഞത വിട്ടുപോകുന്നതിനും അതിടയാകും. അതിലൊരു അപകടമുള്ളത്,
നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത് ഞായറാഴ്ച പ്രസംഗങ്ങളുടെ ദൈർഘ്യം കൂടുന്നെന്നും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ സമയം കൂടുന്നെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ലഭിക്കാതെ പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അജ്ഞതയല്ല, ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ജെറോം പറയുന്നൊരു മനോഹരമായ ഒരു ചിന്തപ്രകാരമാണ്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടായിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്പം കൂടിപ്പോയാലും ഇതെല്ലാം ഒരുവൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ്. രക്ഷയുടെ കാര്യങ്ങൾക്ക് സമയമെടുക്കാം, പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ വിശുദ്ധ സിറിൽ മെത്രാൻ, അദ്ദേഹം മെത്രാനായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവിടെയുള്ള ജനത്തോട് പറഞ്ഞിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണം. ഈ ഒരുക്കത്തിൽ അദ്ദേഹം വളരെ പ്രായോഗികമായ കാര്യങ്ങൾ പോലും ദൈവജനത്തോട് സംഭാഷിച്ചിരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ എഴുതിയ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് കൃത്യമായൊരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തെ നമ്മുടെ കരങ്ങളുടെ ഉപയോഗം പോലും അദ്ദേഹം വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട്, ഗൗരവത്തോടുകൂടി പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, ഒരുവൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് വരുമ്പം 2 കരങ്ങളും പരിശുദ്ധമായിരിക്കട്ടെ, 2 കരങ്ങളും അകന്നു പോകാതിരിക്കട്ടെ, വിരലുകൾ അകന്നു പോകാതിരിക്കട്ടെ. വളരെ ശ്രേഷ്ഠമായിട്ട് വലതു കൈയുടെ മുകളിൽ ഇടതു കൈ പിടിച്ചു വേണം ഈശോയെ സ്വീകരിക്കാനായിട്ട്. നമ്മൾ ഒരു രാജാവിന് വേണ്ടി ഒരു സിംഹാസനം എങ്ങനെ ഒരുക്കുമോ അതിനേക്കാളും ഗൗരവത്തോടെ, അതിനേക്കാളും വിശുദ്ധിയോടുകൂടെ വേണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരങ്ങളെ സിംഹാസനം പോലെ ഒരുക്കാനായിട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കുമ്പോൾ ശ്രേഷ്ഠതയോടുകൂടെ പറയണം, ആമേൻ എന്ന് പറഞ്ഞു വേണം സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വിശുദ്ധ കുർബാന കരങ്ങളെടുത്ത് കഴിയുമ്പോൾ കണ്ണുകൾ പോലും വലിയ അത്ഭുതത്തോടുകൂടെ, വലിയ സ്നേഹത്തോടുകൂടെ വേണം, ഭക്തി നിർഭരമായിട്ട് വേണം ഈശോയെ നോക്കാനായിട്ട്. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതൊരു ഭക്ഷണമല്ല, അത് ഈശോയാണ്. ഈശോയെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു തരി പോലും താഴെ പോകാതെ, അലക്ഷ്യമായിട്ട് വിട്ടുപോകാതെ അത് നാവിൽ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കിക്കേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത്രമേൽ പ്രാധാന്യം കൊടുത്ത് ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കരങ്ങളിലാണ് ആ നാടുകളിൽ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലും നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് കരങ്ങളിൽ തന്നെയാണ്. ഒരുപക്ഷെ നാവിൽ സ്വീകരിക്കുന്നവരും കാണും. എങ്കിലും എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, സ്വീകരിക്കുന്നതിലെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കട്ടെ. അദ്ദേഹം പ്രായോഗികമായിട്ട് പറഞ്ഞു കൊടുത്തത് കരങ്ങളുടെ ഉപയോഗമാണ്, വിശുദ്ധമായ കരങ്ങളുടെ ഉപയോഗം. അതിൻ്റെ ചില ചെയ്തികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തേ. നമ്മൾ കരങ്ങളുടെ ശ്രേഷ്ഠതയേക്കാൾ മുമ്പായിട്ട് ആദ്യമേ ചിന്തിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരുക്കം എന്തോരമുണ്ട്. കരങ്ങളുടെ ഒരുക്കം എത്രമേലാണെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരുക്കം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധി, ഇതെല്ലാം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സഭയുടെ പഠനങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുന്നായിട്ട് 1 മണിക്കൂർ നേരത്തെ ഉപവാസത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉപവാസങ്ങളും ഒരുക്ക പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടായിരിക്കട്ടെ. ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് ഒരു ഭക്ഷണമല്ല, അത് എൻ്റെ ഈശോയുടെ ശരീരവും രക്തവുമാണെന്നുള്ള ബോധ്യമുള്ളവന് അത്രമേൽ ഒരുങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. ഒപ്പം തന്നെ വിശുദ്ധ സിറിൽ മെത്രാൻ അദ്ദേഹം പ്രാധാന്യം കൊടുത്ത വേറൊരു മേഖലയാണ് ജ്ഞാനസ്നാന സ്വീകരണം, മാമോദീസ സ്വീകരണം. കാരണം മാമോദീസ സ്വീകരിക്കുന്നു പറഞ്ഞാൽ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, വിശ്വാസം സ്വീകരിക്കുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന് ഔദ്യോഗികമായിട്ട് ഒരു ക്വാളിഫിക്കേഷനാണ്, ഒരു യോഗ്യതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്കും മാമോദീസയ്ക്കും അത്രമേൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തൊരു കാര്യമാണ് സത്യസഭയെക്കുറിച്ച്, കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള അറിവ് നേടലിനെ കുറിച്ച്. ഈ 3 കാര്യങ്ങളും നമുക്ക് അങ്ങേയറ്റം അപങ്കരും കാത്തു സൂക്ഷിക്കാം, അതിന് കുറച്ചുകൂടി വില കൊടുക്കാം. മാമോദീസ സ്വീകരിക്കാൻ പോകുന്നവരുടെ ഒരുക്കം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരുക്കം, പ്രായപൂർത്തിയായിട്ട് സ്വീകരിക്കുന്നവരും മാമോദീസ സ്വീകരിക്കുമ്പോഴുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ജീവിതത്തിൽ നടത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ അങ്ങേയറ്റം ഈശോയിലേക്ക് അടുപ്പിക്കും. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു മേഖലയുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ക്രൈസ്തവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എത്രമേലാണെന്നും പരിശുദ്ധാത്മാവിന് എത്രമേൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ചലിപ്പിക്കാനും രൂപാന്തരപ്പെടുത്താനും സാധിക്കുമെന്നും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എത്രമേൽ അറിവുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. അറിവില്ലാത്ത മേഖലകൾക്ക് വേണ്ടി ചില പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാം, വായനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. സഭയുടെ ചില പഠനങ്ങൾ അത് അമൂല്യ ശേഖരങ്ങളാണ്.
നമ്മുടെ നമസ്കാര പുസ്തകങ്ങൾ എടുത്താൽ തന്നെ ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അറിവ് ലഭിക്കും. ഒപ്പം തന്നെ സഭാപിതാക്കന്മാരുടെ ചില ഗ്രന്ഥങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുത്തു വായിക്കാനും ഒരു പക്ഷേ സോഷ്യൽ മീഡിയ പോലുമൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊരു അത്ഭുതം എന്ന് പറയുന്നത് മെയ് 7-ാം തീയതി 351-ാം വർഷത്തിൽ അദ്ദേഹം ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ മുകളിലായിട്ട് ജെറുസലേമിൽ ആകാശത്തിൽ ഒരു വലിയ കുരിശ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാൽവരിയിലെ അതേ കുരിശ് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം സാക്ഷിയാക്കി പറയുന്നുണ്ട്. ഒപ്പം തന്നെ വേറൊരു അത്ഭുതങ്ങൾ നടന്നത് ഈശോ ചെയ്ത ചില അത്ഭുതങ്ങൾക്ക് സമമായിട്ട് തന്നെ ചില അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് പറയുന്നുണ്ട്. ചില അത്ഭുതങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാത്തതുകൊണ്ട് ചില അത്ഭുതങ്ങൾ കേട്ടറിവ് വെച്ചൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വായിക്കുന്നുണ്ട്. അതിൽ ഒരത്ഭുതം എങ്ങനെയാണ്, ഇദ്ദേഹം ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനകൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മരിച്ചു കിടന്നിരുന്ന വ്യക്തി ഉയർത്തെഴുന്നേറ്റു ജീവനിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയുന്ന വേറൊരു അത്ഭുതം എന്ന് പറയുന്നത് അദ്ദേഹം ഹോളി സെപ്പൾക്കർ ചർച്ച് ജെറുസലേമിലെ ഒരു ദേവാലയ വിശുദ്ധീകരണ കർമ്മത്തിൻ്റെ സമയത്ത്, വെഞ്ചിരിപ്പ് സമയത്ത് അദ്ദേഹത്തിനൊരു വെളിപാട് കിട്ടി. ഓയിലുള്ള ഒരു വിളക്ക് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അങ്ങനെ തിരി തെളിക്കാൻ നേരത്ത് നോക്കിയപ്പോൾ എണ്ണ കാണുന്നില്ല, എണ്ണയില്ല. അദ്ദേഹം ഉടനെ ചെയ്യുന്ന കാര്യം അവിടെയുള്ളവരോട് പറഞ്ഞു, ഒരു കാലിയായ പാത്രം കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ചെയ്ത അത്ഭുതം പോലെ അങ്ങനെയുള്ള അത്ഭുതം കണക്ക് ഒരത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ഇല്ലാതിരുന്ന കാലിപ്പാത്രത്തിൽ എണ്ണ നിറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് രോഗികൾ സൗഖ്യമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രോഗികൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും, അദ്ദേഹം സൗഖ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയല്ല, മറിച്ച് അദ്ദേഹം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ചുറ്റുപാടുള്ള ചില വ്യക്തികൾ, രോഗികൾ സൗഖ്യമാക്കപ്പെട്ടു ചരിത്രം പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധനെ പോലെയോ നമ്മുടെ മുമ്പേ കടന്നുപോയ വിശുദ്ധരെ പോലെയൊക്കെയോ നമുക്കും പ്രാർത്ഥനയും ഒരു വിശുദ്ധമായ ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ചില വാക്കുകളും നമ്മുടെ പ്രവൃത്തികൾ പോലും ഒരുവൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ഒന്നും പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രാർത്ഥനകളും ഒരുപാട് പേർക്ക് ഉപകരിക്കും. അത് വലിയ അത്ഭുതമാണെന്നൊന്നുമില്ല. ഒരുവൻ്റെ ജീവിതത്തിൽ ആശ്വാസമാകുന്ന വാക്ക് മതി, അതൊരു വലിയ അത്ഭുതമാണ്, അതൊരു അഭിഷേകമാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്നേഹത്തോടെയുള്ള ചില സ്പർശനങ്ങളും അതൊരു സൗഖ്യത്തിന് കാരണമാകാൻ ഇടയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം പറയുന്ന വേറൊരു ചിന്ത പ്രകാരമാണ്, ഒരു വാർദ്ധക്യത്തിലുള്ള പ്രായാധിക്യത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം റോഡിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം വീഴാൻ സാധ്യതയുള്ള വാർദ്ധക്യത്തിലുള്ള മനുഷ്യന് ഒരു ഊന്നുവടി അദ്ദേഹത്തിന് എപ്പോഴും ഒരു ബലമാണ്. ഞാൻ വീഴുകയില്ലെന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടെന്നുള്ള ചിന്ത അദ്ദേഹത്തെ കുറേ കൂടിയും ആത്മവിശ്വാസം നൽകും, അദ്ദേഹത്തിന് ബലം നൽകും. ഇതുപോലെയാണ് നമുക്കെല്ലാവർക്കും വിശ്വാസം എന്ന് പറയുന്ന പുണ്യം. വിശ്വാസം അതൊരു ഗിഫ്റ്റാണ്, ഒരു വലിയ സമ്മാനമാണ്. നമ്മൾ ചോദിക്കാഞ്ഞിട്ട് ലഭിച്ചൊരു കാര്യമാണ്. തിയോളജിക്കൽ വിർച്യു എന്ന് പറയും, ഒരു ദൈവികമായ പുണ്യമാണ്. ഈ വിശ്വാസം നമ്മൾ ചോദിക്കാഞ്ഞിട്ട് ദൈവം നമുക്ക് ഫ്രീ ആയി തന്നത്, സൗജന്യമായിട്ട് നൽകിയ വിശ്വാസം, അത് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഊന്നുവടിയാണ്. നമ്മൾ ജീവിക്കുന്നത് അശുദ്ധിയുടെ നടുവിലാണ്. നമ്മൾ ജീവിക്കുന്നത് ലൗകികത ഒരുപാട് നിറഞ്ഞ ലോകത്തിൻ്റെ നടുവിലാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ നടുവിലാണ്, വസ്തുക്കളുടെ ഇടയിലാണ്. നോക്കിക്കേ, നമുക്ക് ഈ കാലഘട്ടത്തിലും ഇന്ന് അല്പമെങ്കിലും വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ പൂർവികരിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, വിശുദ്ധരായ മനുഷ്യരിലൂടെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് ലഭിച്ച വിശ്വാസമാണ്. ഒപ്പം തന്നെ നമുക്ക് മാമുദീസായിലൂടെ ദൈവം നമുക്ക് നേരിട്ട് നൽകിയ വിശ്വാസത്തിൻ്റെ ഒരു വിത്തുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് നമുക്ക് വളർത്താം. പാപ സാഹചര്യങ്ങളിലാണെങ്കിലും പാപം ചെയ്യാനുള്ള സ്വാധീനമുള്ള ഇടങ്ങളിലാണെങ്കിലും ഈ വിശ്വാസം നമ്മളെ സഹായിക്കും പാപം ചെയ്യാതിരിക്കാനായിട്ട്. ഇനി പാപം ചെയ്തു പോയാലും വീണു പോയാലും തളർന്നു പോയാലും എഴുന്നേറ്റ് വരാനായിട്ട്, തിരിച്ചു വരാനായിട്ട്, ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് ഈ വിശ്വാസം നമ്മളെ സഹായിക്കും. സ്നേഹമുള്ളവരെ, വിശുദ്ധ സിറിൽ മെത്രാൻ നിസ്സാരനായ ഒരു മനുഷ്യനല്ല. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചില കാര്യങ്ങൾ പ്രവചിച്ച മനുഷ്യനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയും സഭയ്ക്ക് വേണ്ടി വാദിക്കുകയും സഭയുടെ സത്യങ്ങളെ പിടിച്ചു നിർത്താൻ, സത്യങ്ങളെ മനുഷ്യരിലേക്ക് എത്തിക്കാനായിട്ട് അഭംഗുരം അക്ഷീണം പ്രവർത്തിച്ച മനുഷ്യനാണ് വിശുദ്ധ സിറിൽ മെത്രാൻ. ഒരുപക്ഷെ വിശ്വാസ പരിശീലകരായ ഏതെങ്കിലും വ്യക്തികൾ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാകട്ടെ, നമ്മൾ കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം ലളിതമായിരുന്നു.
ശ്രോതാക്കളുടെ വികാരങ്ങൾ അറിഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. നമ്മൾ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ, വിശ്വാസ പരിശീലനം കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അത് ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒരുക്കങ്ങൾ നടത്താം. നമ്മുടെ ഒരുക്കങ്ങൾ ഒരുപാട് അഭിഷേകത്തിന് കാരണമാകും. നമ്മുടെ ഒരുക്കങ്ങൾ ഒരുപാട് തലമുറകൾക്ക് അനുഗ്രഹമാകാനിടയാകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ സത്യങ്ങളെല്ലാം, വിശ്വാസ സത്യങ്ങളും സഭയുടെ പഠനങ്ങളെല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാം. അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു തീക്ഷ്ണത നമുക്കുണ്ടായിരിക്കട്ടെ. അജ്ഞതയല്ല വേണ്ടത്, ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. വിശുദ്ധ ജെറോം പറയുന്നത് പോലെ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. നമുക്ക് സഭയെക്കുറിച്ചുള്ള അജ്ഞത അത് വലിയ പാപങ്ങളിലേക്കും അബദ്ധ പ്രചാരണങ്ങളിലേക്കും അബദ്ധ സിദ്ധാന്തങ്ങളിലേക്കും നമ്മൾ നയിച്ചേക്കാം. തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഉറപ്പുള്ളവരാകാം. സഭയുടെ വിശ്വാസം പഠിച്ചും ഏറ്റുപറഞ്ഞുമൊക്കെ. ഈ വിശുദ്ധ സിറിൽ മെത്രാൻ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, ഒപ്പം തന്നെ മാമുദിസായുടെ പ്രാധാന്യം, പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധാത്മാവ്, ഇങ്ങനെയുള്ള സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരായിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ സിറിൽ മെത്രാൻ മരിക്കുന്നത് മാർച്ച് 18-ാം തീയതി 386-ാം വർഷത്തിലാണ്. ലിയോ 13-ാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വേദപാരംഗതനായിട്ട് സഭയിൽ പ്രഖ്യാപിക്കുന്നത്. 1883 ജൂലൈ മാസം 28-ാം തീയതിയാണ് അദ്ദേഹം വേദപാരംഗതനായിട്ട് സഭയിൽ അറിയപ്പെട്ടത്. സ്നേഹമുള്ളവരെ, ഈ വേദപാരംഗത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. വിശുദ്ധ സിറിൽ മെത്രാൻ്റെ മധ്യസ്ഥം തേടുമ്പോൾ ഒരൊറ്റ നിയോഗം വെച്ച് നമുക്ക് ഇന്ന ദിവസം വളരെ ഗൗരവത്തിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, എൻ്റെ വിശ്വാസത്തെ വളർത്തണേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കൂടുതൽ കൃപയോടുകൂടി ജീവിക്കാനായിട്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് സഹായമാകട്ടെ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.